മാർക്കറ്റിംഗ് സർവൈവൽ സീരീസ് പാർട്ട് 1. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയറിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. മനസ്സിലായോ? നിങ്ങൾക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ ആഡ്സ് റൺ ചെയ്യാൻ അറിയാമായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ SEOയുടെ ബേസിക് ആയിട്ടുള്ള കീവേഡ് റിസർച്ചുകൾ ചെയ്യാൻ അറിയാമായിരിക്കാം. നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സിൽ ഒരു സെർച്ച് അഡ്വർടൈസിങ്ങോ ഡിസ്പ്ലേ അഡ്വർടൈസിങ്ങോ ക്യാമ്പയിൻ ചെയ്യാൻ അറിയാമായിരിക്കാം. ഫൈൻ. ഇമെയിൽ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമായിരിക്കാം. ഇതെല്ലാം ബെറ്റർ ആണ്. ബട്ട് നിങ്ങളുടെ ഓഡിയൻസിനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ സെഗ്മെന്റ് ചെയ്യാതെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ നമ്മുടെ ഓഡിയൻസ് ആവുന്നു, ഒരു ബയർ പേഴ്സോണ ബിൽഡ് ചെയ്യാൻ പറ്റാതെ, ഒരു കൺസ്യൂമർ ബിഹേവിയർ അനലൈസ് ചെയ്യാതെ, ഇതുപോലുള്ള ബേസിക് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ടാക്ടിക്സുകൾ അപ്ലൈ ചെയ്യാതെ നിങ്ങൾ ടെക്നിക്കലി എത്ര സ്കിൽഡാന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. നിങ്ങൾ ഒരു ക്രിയേറ്റീവ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ആഡ്സ് റൺ ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മളുടെ ഓഡിയൻസിന്റെ ഇമോഷൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആവണം. എന്താണ് അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ എന്താണ്, നമ്മൾ എന്ത് സൊല്യൂഷനാണ് അതിന് കൊടുക്കുന്നത്, ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മളുടെ ആഡ് ക്രിയേറ്റീവ്സിന്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ഡിഫറെന്റ് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്നിക്കലി എത്ര സ്കിൽഡാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. മനസ്സിലായോ? സോ ഇനിഷ്യലി തന്നെ നിങ്ങൾ ഇതുപോലുള്ള ഹ്യൂമൻ സൈക്കോളജി പോലുള്ള ഫാക്ടേഴ്സുകൾ കൺസിഡർ ചെയ്തുകൊണ്ട് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്തുകൊണ്ട് ക്യാമ്പയിൻസ് റൺ ചെയ്യാൻ ശ്രമിക്കുക. SEO പോലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഓഡിയൻസിനെ ഡിഫറെന്റ് സെഗ്മെന്റ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് കണ്ടന്റ് അപ്ഡേഷൻസും കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. ഓക്കെ, താങ്ക് യു.